കൊടും ചൂടിന് വിരാമമിട്ട് മഴയെത്തുന്നു. വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് ജനുവരി 31 മുതൽ മഴ കനക്കും. അതോടൊപ്പം 3 ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനവും കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതും. അതേസമയം ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുള്ളതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയം ഇടിമിന്നലുകൾ അപകടകാരികളാണ്. അതുകൊണ്ട് തന്നെ ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉടൻ തന്നെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തന്നെ ചെയ്യണം. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്തേക്ക് നിൽക്കാതിരിക്കുക. അതേപോലെ കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതെ ഇരിക്കുകയും ചെയ്യാൻ ശ്രമിക്കണം. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിപ്പിക്കുക. അതേപോലെ തന്നെ വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കാൻ അത് പരമാവധി ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കാതിരിക്കുക. വാഹനങ്ങൾ മരച്ചോട്ടിൽ പാർക്ക് ചെയ്യുക അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുകയും കൈകാലുകൾ പുറത്തിടാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കുകയാണെന്ന് ശ്രദ്ധ വേണം. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലൂടെയുള്ള യാത്രയും ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പോൾ സമ്മിശ്രമായ ഒരു കാലാവസ്ഥയാണ് കേരളത്തിലുള്ളത്. അതായത് ഒരു പരിധിവരെ ചൂടും ഒരു പരിധിവരെ മഴയും തണുപ്പും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആയാലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഏൽക്കാതിരിക്കാനുള്ള ശ്രദ്ധയെ നമ്മൾ പുലർത്തേണ്ടതാണ്. ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കാനും ശ്രമിക്കണം. അതുപോലെ തന്നെ പുറത്ത് ജോലി ചെയ്യുന്ന വ്യക്തികൾ ഏകദേശം 11 മണി മുതൽ 3 മണി വരെയും ജോലി ഒഴിവാക്കുക തന്നെ ചെയ്യണം. ഈ സമയങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതലായും സൂര്യാഘാതം ഏൽക്കാനുള്ള ഒരു പ്രവണത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തെ ജോലികൾ ഒഴിവാക്കിക്കൊണ്ട് പരമാവധി തന്നെ അകത്ത് തന്നെ ഇരിക്കാൻ ശ്രമിക്കുകയും വേണം. അതുപോലെ തന്നെ ദിവസേന 4 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കണം. അതേസമയം പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് പെയ്യുന്ന മഴയെല്ലാം മൺസൂണിന്റെ വരവാണ് എന്നത്. കാരണം പണ്ട് മഴ വന്നാൽ ഉടൻ തന്നെ മൺസൂൺ വന്നു എന്നായിരുന്നു എല്ലാവരുടെയും കണക്കുകൂട്ടൽ. കൂടാതെ തന്നെ ഇന്ത്യയിലെ പ്രധാന ഭൂപ്രദേശങ്ങളിലേക്കുള്ള മൺസൂണിന്റെ കവാടം അഥവാ എൻട്രി പോയിന്റ് ആയിട്ടുള്ളത് കേരളത്തെയാണ് കണക്കാക്കുന്നത്. കേരളത്തിലെ 14 ജില്ലയിലെയും അത് മെയ് 10 ശേഷമുള്ള എല്ലാ ദിവസത്തെയും മഴ നോക്കിയിട്ടാണ് പണ്ട് മൺസൂൺ വന്നോ ഇല്ലയോ എന്നൊക്കെ കണക്കാക്കുന്നത്. എന്നാൽ ഇന്നത്തെ മാറിയ കാലാവസ്ഥാ സാഹചര്യത്തിൽ മഴ പെയ്താൽ മാത്രം മൺസൂൺ വന്നു എന്ന് പറയാൻ കഴിയില്ല. അതിന് 3 മാനദണ്ഡങ്ങളാണുള്ളത്. അറബിക്കടലിൽ ഒരു പ്രത്യേക ഏരിയ കണക്കാക്കിയിട്ടുണ്ട്. ആ ഏരിയയിലെ കാറ്റിന്റെ വേഗതയും പൊക്കവും മേഘത്തിന്റെ അളവും നോക്കിയാണ് പെയ്യുന്ന മഴ മൺസൂണിന്റെ ഭാഗമാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നത്. ഈ ഘട്ടങ്ങളെല്ലാം തന്നെ ഒത്തുവന്നാൽ മാത്രമേ മൺസൂൺ എത്തിയെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ. തെക്കു പടിഞ്ഞാറൻ കാലവർഷം, അതായത് സൗത്ത് വെസ്റ്റ് മൺസൂൺ, വടക്ക് കിഴക്കൻ കാലാവസ്ഥ എന്നിങ്ങനെ 2 മൺസൂണുകളാണ് കേരളത്തിലുള്ളത്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ കാറ്റിന്റെ ദിശ കേരളത്തിലേക്ക് തെക്കു പടിഞ്ഞാറൻ ദിശയിലേക്കാണ് വീശുക. വടക്ക് കിഴക്കൻ മൺസൂണിന്റെ സമയത്ത് കാറ്റ് വടക്ക് കിഴക്ക് ദിശയിലേക്കാണ് കേരളത്തിലേക്ക് വീശുക. കൃത്യം എതിർ ദിശയിലേക്കാണ് ഈ 2 സീസണുകളിലും കാറ്റ് വീശുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സീസൺ റിവേഴ്സ് ഫോളോ ഓഫ് വിൻഡ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ കാറ്റിന്റെ ദിശ കൂടി മാറിയെങ്കിൽ മാത്രമേ അത് മൺസൂൺ എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.